അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അൽ ഹിവാർ എന്നുള്ള സംഭാഷണത്തിൻ്റെ പാഠം നമ്മൾ എടുത്തു. അപ്പോൾ അത് തുടർന്ന് വരുന്ന വർക്കുകൾ ഒരു ഒന്ന് തദ്രീബാത്തും അതുപോലെ തന്നെ ഇസ്തിആബും ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഇസ്തൗഇബ് അദവാത്ത് സുആൽ ഫിൽ അറബിയ അൽ മുത്ലഖ എന്ന് പറഞ്ഞത് കുറച്ചൊന്നുണ്ട് അറബിയിലെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉപയോഗിക്കുന്ന അദാത്തുകൾ. ഓക്കെ, അത് നോക്കാം. മാ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് എന്നർത്ഥം തന്നെ. മാ എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ എന്താണ്. മാ എന്ന് പറഞ്ഞാൽ എന്ത്, വാട്ട് എന്നർത്ഥത്തിന് കേട്ടോ. പിന്നെ അടുത്ത മൻ, മാ ഫി യദിക്, നിൻ്റെ കയ്യിലുള്ളത് എന്താണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമല്ലോ. മാ ഇൻദക്, നിൻ്റെ അടുത്തുള്ളത് എന്താണ്. മാ റയ്യുക്ക്, നിൻ്റെ അഭിപ്രായം എന്താണ്. മാ റായിത്ത, നീ എന്താണ് കണ്ടത്. അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത് മന്ന് പറഞ്ഞാൽ ഹൂ എന്ന് പറഞ്ഞാൽ ആരാണ്. മൻ റായിത്ത, നീ ആരെയാണ് കണ്ടത്. മൻ അക്കല, ആരാണ് തിന്നത്. അതുപോലെ തന്നെ മൻ നജഹ, ആരാണ് വിജയിച്ചത്. മൻ റസബ, ആരാണ് പരാജയപ്പെട്ടത്. മൻ ലം യർസുബ്, ആരാണ് പരാജയപ്പെടാത്തത്. അങ്ങനെ സിമ്പിളായിട്ട് ഉപയോഗിക്കാം മൻ, ഹൂ എന്നുള്ള അർത്ഥത്തിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മത പറഞ്ഞാൽ എപ്പോൾ. അപ്പോൾ മത റജഅത, നീ എപ്പോഴാണ് മടങ്ങി വന്നത്. അതുപോലെ തന്നെ മത ദഹബത, നീ എപ്പോഴാണ് പോയത്. അങ്ങനെയൊക്കെ ഓരോ പ്രയോഗത്തിനുള്ളതാണ് മത. ഓക്കെ, എപ്പോൾ എന്ന്, വെൻ എന്നർത്ഥത്തിലേക്ക്. പിന്നെ അടുത്താണ് ഐന എന്ന് പറഞ്ഞാൽ എന്താണ്, എവിടെ. അപ്പോൾ ഐന കുല്ലിയത്തുക്ക്, നിൻ്റെ കോളേജ് എവിടെയാണ്. അതുപോലെ തന്നെ ഐന കിതാബുക്ക്, നിൻ്റെ കിതാബ് എവിടെയാണ്. ഐന കലമുക്ക്, നിൻ്റെ പേന എവിടെയാണ്. അങ്ങനെയൊക്കെ ചോദിക്കുക. അതിനാണ് ഐന, എവിടെ. ഐന ബൈത്തുക്ക്, നിൻ്റെ വീട് എവിടെയാണ്. ഐന മൻസിലുക്ക്, നിൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ അർത്ഥത്തിലേക്കാണ് ഐന, എവിടെ. പിന്നെ ലിമ എന്ന് പറഞ്ഞാൽ വൈ, എന്തുകൊണ്ടാണ്. ലിമാ തഅഖർത, നീ എന്തുകൊണ്ടാണ് വൈകിയത്. ലിമാ നജഹ്ത, നീ എന്തുകൊണ്ടാണ് വിജയിച്ചത്. ലിമാ റസബത്ത, നീ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത്. അങ്ങനത്തെ ചോദ്യങ്ങൾക്കാണ് ലിമ ഉപയോഗിക്കട്ടോ. ലിമ, വൈ എന്നർത്ഥത്തിനിക്ക്. ഓക്കെ. പിന്നെ കം, ഹൗ മച്ച്, എത്ര എന്നർത്ഥത്തിനിക്ക്. കം എന്ന് പറഞ്ഞാൽ എത്ര. അപ്പോൾ കം റൂബിയത്തൻ ഇസ്തറയത്ത്, എത്ര രൂപക്കാണ് നീ വാങ്ങിയത്. അതുപോലെ തന്നെ കമിൻ നൗൽ, എത്രയാണ് അതിൻ്റെ രൂപ, അതിൻ്റെ മൂല്യം എത്രയാണ്. അതുപോലെ നമ്മൾ മുമ്പൊക്കെ പഠിച്ചല്ലോ, നമ്മൾ തെക്കിറത്ത് സഫറിലേക്ക് തറുന്ന പാഠത്തിൽ കം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് കം റൂബിയത്തിന് എത്ര രൂപയാണ്. അങ്ങനെ കം, എത്ര എന്നുള്ളത്. എത്രാം ക്ലാസ്സിലാണ് നീ പഠിക്കുന്നത്. കം ദറസ്ത എന്നങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കട്ടെ കം. അതുപോലെ തന്നെ കൈഫ എന്താണല്ലേ, ഹൗ, എങ്ങനെയാണ് നടത്തുന്നത്. എനിക്കാണ് കൈഫ് ഉപയോഗിക്കുക. കൈഫ് നമ്മളെ പാഠത്തിൽ വന്നല്ല. കൈഫ ഹാലുക്ക്, നിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെ കൈഫ ഹാലു അബീഖ്, നിൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ്. അല്ലെങ്കിൽ കൈഫ ഹാലുൽ കുല്ലിയ, നിൻ്റെ കോളേജിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെ കൈഫ ഹാലുൽ ആലം, ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്. അങ്ങനെ സിമ്പിളായിട്ട് കൈഫൽ ഹാൽ എന്ന് ഉപയോഗിക്കുക. അതിനാണ് എങ്ങനെ എന്ന, ഹൗ എന്നുള്ള അർത്ഥത്തിന് കേട്ടോ. അപ്പോൾ അതാണ് കൈഫ. പിന്നെ ഇസ്തൗഇബ് അദവാത്ത് സുആൽ മുറക്കബ. പിന്നെ നമ്മൾ ഒരുപാട് അദവാത്തുകൾ പഠിച്ചു. അദവാത്ത് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഹർഫുകൾ എന്ന അർത്ഥത്തിനിക്ക്. അപ്പോൾ ഇത് ഇനി പരസ്പരം കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഒരുപാട് കെലിമത്തുകളുണ്ട്, ഒരുപാട് അദാത്തുകളുണ്ട്. ആ അദാത്തുകളെന്ന് നോക്കുക. ലീലേക്ക് മാത എന്ന് കൂട്ടിയാലാണ് ലിമാത, എന്തുകൊണ്ടാണ് എന്നർത്ഥത്തിനിക്ക്. ഓക്കെ. പിന്നെ ലീ പറഞ്ഞാൽ ലിമ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് എന്നുണ്ട്. അപ്പോൾ ലിമാത, എന്തുകൊണ്ടാണ്. ഒന്നും കൂടി എന്താക്കുക, അതിൻ്റെ സാഹിത്യത്തിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ബി പറഞ്ഞാൽ കൊണ്ട്, അല്ലെങ്കിൽ കൂടെ എന്നൊക്കെ അർത്ഥമാണല്ലോ പഠിച്ചത്. മറർത്തു ബി റജുലിൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കൂടെ, അടുത്ത് എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിലേക്ക് മഞ്ഞ് കൂടുമ്പോൾ ആരെ കൊണ്ടാണ്, അല്ലെങ്കിൽ ആരുടെ അടുത്ത് കൂടെയാണ് എന്നൊക്കെ അർത്ഥം. ബിമൻ, ആരുടെ കൂടെ എന്നർത്ഥം, അല്ലെങ്കിൽ ആരെ കൊണ്ടാണ്. ഓക്കെ. അതുപോലെ തന്നെ ഇലാമത്ത, പറഞ്ഞാൽ എവിടെ, മത്ത എപ്പോൾ. അപ്പോൾ ഇലാമത്ത, ഏത് വരെയാണ്, എത്ര വരെയാണെന്ന് അർത്ഥത്തിന് കേട്ടോ. പിന്നെ ബിക്കം എന്ന് പറഞ്ഞാൽ ബിക്കം റുബിയത്തൻ ഇസ്തറൈത്ത എന്നൊക്കെ ഉണ്ടല്ലോ. അതാണ് ബിക്കം, എത്രക്കാണ് എന്നർത്ഥം, എത്ര കൊണ്ടാണ് നീ വാങ്ങിയത്. ഇല ഐൻ, എവിടേക്ക് എന്നർത്ഥം. എവിടെ, ഐൻ നീ എവിടേക്ക് എന്നർത്ഥത്തിന് കേട്ടോ. ലിക്കം, എത്രക്ക് വേണ്ടിയാണ് നീ വാങ്ങിയത്. അപ്പോൾ അത് ലിക്കം ഒക്കെ അതുപോലെ ലീയും കമ്മും കൂടിയതാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ആവശ്യമുള്ളവർ എഴുതി വെക്കുക. മ, എന്ത്. മൻ, ആര്. മത, എപ്പോൾ. ഐന, എവിടെ. ലിമ, എന്തുകൊണ്ട്, എന്തിന്. കം, എത്ര. കൈഫ, എങ്ങനെ. മ എന്ന് പറഞ്ഞാൽ വാട്ട്. മൻ എന്ന് പറഞ്ഞാൽ ഹൂ. മത പറഞ്ഞാൽ വെൻ. ഐന പറഞ്ഞാൽ വേറെ. ലിമ എന്ന് പറഞ്ഞാൽ വൈ.
കം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച്, കൈഫ എന്ന ഹൗ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തി നോട്ടിൽ എഴുതി വെച്ചാൽ ഉപകാരപ്പെടും. അടുത്ത തദ്രീബാത്ത് നമുക്ക് നോക്കാം. തദ്രീബാത്ത് നിങ്ങൾ എഴുതണം കേട്ടോ. ഒന്നാമത്തെ തദ്രീബാത്ത് നബഹസൻ മഅൽ മുഫറദാത്ത്, ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഹാൽ, ഹാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവസ്ഥ അല്ലേ? നിൻ്റെ അവസ്ഥ എന്താണ്, നിൻ്റെ പാടെന്താണ്, എന്താ എൻ്റെ പാടെന്ന് വെച്ചാൽ അതാണ് ഹാൽ. അപ്പോൾ ഹാൽ പറഞ്ഞാൽ അവസ്ഥ, സിറ്റുവേഷൻ എന്ന അർത്ഥത്തിലേക്ക്. മൗലു എന്ന് പറഞ്ഞാൽ എന്താ? വിഷയം, സബ്ജക്റ്റ്. ഓക്കെ. ഹിസ്സത്ത് എന്ന് പറഞ്ഞാൽ പീരീഡ്, ക്ലാസ്സിലത്തെ ഒരു പീരീഡ്. ഖാദിമത്തുൻ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന എന്നർത്ഥം, വരാനിരിക്കുന്ന. അടുത്തത് വരാനിരിക്കുന്ന, മുന്നിട്ട് വരുന്ന എന്നർത്ഥം, വരുന്ന, അതായത് മുന്നിട്ട് വരുന്ന എന്നാണ് ഖാദിമത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വാജിബുൻ മൻസിലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം വർക്ക്. മൻസിൽ എന്ന വീട്, വാജിബ് നിർബന്ധം. അപ്പോൾ ഹോം വർക്ക് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്. അതുപോലെ തന്നെ മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ ബിസി. ഓക്കെ. ഉദരിബു പറഞ്ഞാൽ ഞാൻ പരിശീലിപ്പിക്കുന്നു, ഉദരിബു ഞാൻ പരിശീലിപ്പിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബർനാമിജ്, ബർനാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം, പ്രോഗ്രാമിൻ്റെ ഷെഡ്യൂളൊക്കെ ഉണ്ടാകുമല്ലോ, അതിനൊക്കെയാണ് ബർനാമിജ്. ബർനാമിജ് പറഞ്ഞാൽ പ്രോഗ്രാംസ് എന്ന അർത്ഥത്തിന് കേട്ടോ. പിന്നെ ഹഫ്ലത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി, ഫെസ്റ്റിവൽ എന്നൊക്കെ അർത്ഥത്തിനിക്ക്. എന്താ പറയുക, അങ്ങനത്തെ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ പാർട്ടി, അതിങ്ങനെ ഹഫ്ല എന്ന് ഉപയോഗിക്കാം. ബർനാമിജ് പറഞ്ഞാൽ പ്രോഗ്രാംസ് എന്ന അർത്ഥത്തിനിക്കാണ് കേട്ടോ. അദബി പറഞ്ഞാൽ സാഹിത്യപരമായ, അദബി പറഞ്ഞാൽ സാഹിത്യപരമായ, ലിറ്റററി എന്ന് പറയുക, ലിറ്റററി അഥവാ സാഹിത്യപരമായ. പിന്നെ തെൻഅക്കിദ് പറഞ്ഞാൽ സംഘടിപ്പിക്കുക, നജാഹ് പറഞ്ഞാൽ വിജയം. അപ്പോൾ ഇത്രയും പദങ്ങളുടെ അർത്ഥങ്ങൾ നിങ്ങൾ എഴുതി വെക്കുക. അതുപോലെ അടുത്തത് നക്തസിഫുൽ ജുമു, ജമുകൾ ഞാൻ കണ്ടെത്തുന്നു എന്നൊക്കെ. അത് മൗലൂ, മൗലൂവിൻ്റെ ജമ എന്താണ്? മവാലിയ, മവാലിയ കേട്ടോ. ഓക്കെ, മവാലിയ. അതുപോലെ ഹാല്, മൗലൂവിൻ്റെ അർത്ഥം അറിയില്ല, വിഷയം. ഹാലിൻ്റെ ജമ്മ് അഹ്വാൽ. ഹിസ്സത്തിൻ്റെ ജമ്മ് ഹിസോസ് കേട്ടോ, ഹിസ്സത്തും ജമ്മ് ഹിസോസ്. പിന്നെ അതുപോലെ തന്നെ വാജിബ്, വാജിബ് പറഞ്ഞാൽ എന്താണ്? ഹോംവർക്കുകൾ. അപ്പോൾ അതിൻ്റെ ജമ്മ് വാജിബാത്ത് എന്നാണ് കേട്ടോ. അൽ വാജിബും ജമ്മ് വാജിബാത്താണ്, വാജിബാത്തുൽ മൻസിലിയ എന്ന്. ഹഫ്ലത്ത് ഹഫ്ലാത്ത്, സദീഖ് അസ്തിഖാ. അപ്പോൾ അതൊക്കെ എഴുതി വെക്കുക. അതുപോലെ തന്നെ നസ്തക്ഷിഫുൽ അൽദാദ്, ലിദ്ദുകൾ എഴുതാനാണ്. മഷ്ഗൂൽ, മഷ്ഗൂൽ എന്ന് പറഞ്ഞാൽ ബിസി, തിരക്ക് എന്നൊക്കെ അർത്ഥമല്ലേ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫറാഗ്, ഒഴിഞ്ഞിരിക്കൽ എന്നർത്ഥത്തിന് കേട്ടോ. ഫറാഗ്, ഒത്തുലത്ത്, അങ്ങനെയൊക്കെ പറ്റും. അവധി, ഒഴിഞ്ഞിരിക്കൽ എന്നർത്ഥം. അതുപോലെ തന്നെ മൗജൂദ്, മൗജൂദ് പറഞ്ഞാൽ ഉള്ളത് എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് മഫ്കൂദ്, മഫ്കൂദ് കേട്ടോ, നഷ്ടപ്പെട്ടത്, മിസ്സായത് എന്നൊക്കെ അർത്ഥം. ലോയ, മഫ്കൂദ്, മഅദൂം എന്നൊക്കെ പറ്റും. ഏതെല്ലാം നിങ്ങൾ ഏതായാലും എഴുതി വെക്കുക. ഖാദിം, ഖാദിം എന്ന് പറഞ്ഞാൽ ഇനി വരാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മാലി, കഴിഞ്ഞ് പോയത്. ഓക്കെ, അൽ മാലി. പിന്നെ അതുപോലെ തന്നെ അൽ അൽഫാദുൽ മുതഅല്ലഖത്തു ബിദ്ദർസ്, നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങളുണ്ട്. ആ പദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണം, എന്നാൽ നല്ല ഉപകാരപ്പെടും. ഫസിൽ, ഫസിൽ എന്ന് പറഞ്ഞാൽ പാഠം. അൽ ഫസ്ലുൽ അവൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പാഠം എന്നൊക്കെ അർത്ഥത്തിനിക്കാണ് കേട്ടോ. ഒന്നാമത്തെ പാഠം, ഭാഗം, പാഠം എന്നൊക്കെ. സൊഫ് പറഞ്ഞാൽ എന്താ? ക്ലാസ് റൂം, ക്ലാസ്, ഇത്രാമത്തെ ക്ലാസ് എന്ന അർത്ഥത്തിനിക്ക്. ഹിസ്സത്ത് പറഞ്ഞാൽ പീരീഡ്. കിതാബ് പറഞ്ഞാൽ പുസ്തകം. കലം എന്ന് പറഞ്ഞാൽ പെന്ന്. മസ്തറത്ത് പറഞ്ഞാൽ സ്കെയില്, വടിവര എന്നൊക്കെയാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ മസ്തറത്ത് പറഞ്ഞാൽ സ്കെയില്. മഹയ്യാത്ത് പറഞ്ഞാൽ ഇറേസർ, മായ്ക്കുന്ന സാധനം, മഹയ്യാത്ത്. അതുപോലെ തന്നെ ദഫ്തർ, ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് കേട്ടോ. അതുപോലെ തന്നെ മിർസമ, ഡ്രോയിങ്ങിൻ്റെ ഇത്, മിർസമത്ത് പറഞ്ഞാൽ ഡ്രോയിങ് എന്നർത്ഥത്തിനേക്ക്. പിന്നെ അതുപോലെ തന്നെ ഉൽബത്തുൽ അൽവാൻ, ഉൽബ പറഞ്ഞാൽ ശരിക്ക് ബോക്സ്, പെട്ടി എന്നൊക്കെ അർത്ഥം. അൽവാൻ എന്ന് പറഞ്ഞാൽ കളർ. അപ്പോൾ കളറിൻ്റെ പെട്ടിക്കാണ് എന്താ? ഉൽബത്തുൽ അൽവാൻ എന്ന് പറയാം, കളർ ബോക്സ്. അതുപോലെ തന്നെ ഉൽബത്തുൽ ഹന്തസ പറഞ്ഞാൽ ജോമെട്രി ബോക്സ്, സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ജോമെട്രി ഉണ്ടല്ലോ, അതിനേക്കാണ് എന്താ പറയുക? ഉൽബത്തുൽ ഹന്തസ എന്ന് പറയുക, ജോമെട്രി ബോക്സ്. അൽ മുഅല്ലിം എന്ന് പറഞ്ഞാൽ, മുഅല്ലിം എന്ന് പറഞ്ഞാൽ അധ്യാപകൻ. അറായിദ് പറഞ്ഞാൽ ഗവേഷകൻ, നിരീക്ഷകൻ, ഗവേഷകൻ എന്നർത്ഥം. റായിദ്, റായിദ് പറഞ്ഞാൽ ഗവേഷകൻ. അന്നാലിർ, അന്നാലിർ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ എന്നാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അന്നാലിർ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ അൽ മുദീർ, അൽ മുദീർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊക്കെ ഉപയോഗിക്കാം. മുദീർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ. പിന്നെ അൽ അമീദ്, അമീദ് എന്ന് പറഞ്ഞാൽ അമീദ് ഡീൻ, ഡീൻ. ഓക്കെ, അതിനൊക്കെ സമ്പത്ത് കാല ഡ്യൂട്ടികളൊക്കെ വ്യത്യസ്തമാണ് കേട്ടോ. അമീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി കോളേജ് പോലുള്ള വലിയ കോളേജുകൾ, അതിനൊക്കെ എന്തായിരിക്കും ഉണ്ടാവുക? ഡീനുകളാണ് ഉണ്ടാവുക. ഡീൻ പറഞ്ഞാലും പ്രിൻസിപ്പൾ എന്നുള്ള സംഭവമൊക്കെ ഒന്ന് തന്നെ, ഏറ്റവും വലിയ ഹെഡ് മാസ്റ്റർ എന്നുള്ള ആ പദവി തന്നെയാണ്. ഓരോ കോളേജിൽ വരുമ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ മാറ്റും. അമീദ് നമ്മൾ സാധാരണ അമീദുൽ കുല്ലിയ എന്ന് ഉപയോഗിക്കുന്നത് കോളേജിൻ്റെ പ്രിൻസിപ്പൾ, കോളേജിൻ്റെ ഡീനാണ്, ഡീൻ എന്നാണ് അറിയപ്പെടുക. ഓക്കെ,
ഏതായാലും ഹെഡ് മാസ്റ്റർ, നാദിർ, മുദീർ പറഞ്ഞാൽ പ്രിൻസിപ്പൾ, അമീദ് പറഞ്ഞാൽ ഡീന്. ഇപ്പോൾ അമീദ് എന്ന് പ്രിൻസിപ്പളിന് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ജദ്വലിൽ ഹിസസ്, ഹിസ് പറഞ്ഞാൽ പീരീഡ് ആണല്ലോ, അപ്പോൾ പീരീഡിൻ്റെ ചാർട്ട് അഥവാ എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ജദ്വലിൽ ഹിസസ്. അതുപോലെ തെബ്ഷൂറ, തെബ്ഷൂറൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വേക്ക് തന്നെയാണ്. ചോക്കിനാണ് എന്താ പറയുക തെബ്ഷൂറ എന്ന് പറയുക. അൽ ഖുറത്തുൽ അർലിയ, ഗ്ലോബിനാണ് എന്താ പറയുക അൽ ഖുറത്തുൽ അർലിയ എന്ന് പറയുക. അടുത്തത് ദഫ്തർ ഹുദൂരിൻ വ ഗിയാബിൻ എന്ന് പറഞ്ഞാൽ എന്താ, വന്നതും വരാത്തതും അടയാളപ്പെടുത്തുന്ന ചാർട്ട്, അതായത് നോട്ട് ബുക്ക്. അപ്പോൾ അതിനർത്ഥം എന്താണ്, ഹാജർ പട്ടികക്കാണ് ദഫ്തർ ഹുദൂരിൻ വ ഗിയാബ് എന്ന് പറയുക, ഹാജർ പട്ടിക. പിന്നെ ജറസ് പറഞ്ഞാൽ ബെല്ലടിക്കുമല്ലോ, അതിന് ബെല്ല് ജറസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കട്ടെ, ഇതിൻ്റെ അർത്ഥങ്ങളും ലിദ്ദുകളും ജമ്മുകളും അതുപോലെ തന്നെ ഈ ഇപ്പോൾ അവസാനം പറഞ്ഞതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഫസിൽ പറഞ്ഞാൽ പാഠം, ബാക്കിയൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ അതുപോലെ എഴുതി വെക്കുക. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഹന്തസ ജോമെട്രി. ഓക്കെ, പിന്നെ റായിദ് ഗവേഷകൻ, നാദിർ ഹെഡ് മാസ്റ്റർ, മുദീർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാള്, അമീദ് പറഞ്ഞാൽ ഡീൻ എന്ന് പറഞ്ഞാൽ സംശയമുള്ളവർ കണ്ടെങ്കിൽ ചോദിക്കട്ടോ അതിനെ പറ്റിയൊക്കെ. അപ്പോൾ അത്രയും ഒന്ന് എഴുതി വെക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കുകൾ കൂടി ഉണ്ട്, അത് 5ഉം 6ഉമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.